ഹലോ ഫ്രണ്ട്സ്, യൂമി ആൻഡ് കേരളയുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. റോഹു എന്നാണ് മീനിൻ്റെ പേര്. ആ മീനാണ് നമ്മളിന്ന് ഇവിടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ, എന്നാലും പലരും പല രീതിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റോഹു മീൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. 1 കിലോളമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കത് കറിയാക്കാം. ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിതിനകത്ത് കടുക് പൊട്ടിക്കുന്നില്ല. ചിലർ മീൻകറി ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാറുണ്ട്. ഇതിൽ കടുക് പൊട്ടിക്കുന്നില്ല. നമ്മൾ ഇവിടെ പൊട്ടിക്കുന്ന ഉലുവയാണ്. ഒരു കുറച്ച് ഉലുവ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കും. ഈ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചതച്ച് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എരിവൊക്കെ വേണം. അപ്പോൾ നമുക്കൊരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഈ പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുടംപുളി നേരത്തെ 2-3 എണ്ണം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി നന്നായിട്ട് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചാറ് ഒത്തിരി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് ഒത്തിരി വേവൊന്നുമില്ല. അപ്പം നമുക്കിത് പെട്ടെന്ന് നല്ല തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മീൻ വേകും. ഒരു 10 മിനിറ്റോളം ഒക്കെ മതി. സാധാ മീനിൻ്റെ അത്രയും വേവില്ല ഇതിന്. ഒത്തിരി വെന്ത് പോയാൽ ഇത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് മുളകൊക്കെ ചേർന്നിട്ടുണ്ട്. നമ്മൾ 3 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടാണ്. നല്ല കളറിൽ നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മീൻ. നമുക്ക് കപ്പ ഒക്കെ കൂട്ടി നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ കപ്പയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് പറിച്ച് പുഴുങ്ങും. അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇപ്പോൾ മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കപ്പയുടെ കൂട്ടത്തിനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മീനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി